എനിമേലിയൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അറിയുമ്പോൾ കിങ്ഡം പ്ലാന്റേയും കിങ്ഡം എനിമേലിയ ആയിരുന്നു. അത് ഒന്ന് പ്ലാന്റ്സിനും ഒന്ന് എനിമൽസിനുള്ള ഗ്രൂപ്പ് ആയിരുന്നു. വളരെ ഈസി മെത്തേഡ് ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷെ അതിന് ഒരുപാട് ഡീമെറിറ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും വേർതിരിക്കാൻ കഴിഞ്ഞില്ല. പ്രോകാരിയോട്ടിക്കിനെയും യൂകാരിയോട്ടിക്കിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഫോട്ടോസിന്തറ്റിക്കിനെയും നോൺ ഫോട്ടോസിന്തറ്റിക്കിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളെയും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെയും മനസ്സിലായില്ല എന്നർത്ഥം. അപ്പോഴാണ് റോബർട്ട് വിറ്റക്കർ അഥവാ ആർച്ച് വിറ്റക്കർ 1969 വന്നിട്ടുള്ളത്. അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കിങ്ഡം മൊണീറ ഉണ്ട്, പ്രൊട്ടിസ്റ്റ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, പ്ലാന്റേ ഉണ്ട്, എനിമേലിയ ഉണ്ട്. 5 ഗ്രൂപ്പാണ്. അതിൽ കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ടിക്കും യൂണിസെല്ലുലാറും ആണ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തതും എന്നാലോ ഏകകോശ ജീവികളും. അതാണ് കിങ്ഡം മൊണീറ. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അത് യൂകാരിയോട്ടിക് ആണ്. വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ അവർ ഏകകോശ ജീവികളാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ബാക്കിയുള്ള 3ഉം ഫംഗസും പ്ലാന്റേയും എനിമേലിയയും, ഈ 3 ഗ്രൂപ്പും മൾട്ടി സെല്ലുലാർ ആണ്, വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ളവരുമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അവര് എന്തിന്റെ ബേസിലാണ് ആർച്ച് വിറ്റക്കർ ഇവരെ ക്ലാസിഫൈ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു സെല്ലിന്റെ സ്ട്രക്ചർ നോക്കി. അദ്ദേഹം സെല്ലിന്റെ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ നോക്കി. ക്രൈറ്റീരിയയാണ് പറയുന്നത്, താലസ് ഓർഗനൈസേഷൻ, ബോഡി എങ്ങനെയുള്ള ബോഡിയാണെന്നുള്ളത് നോക്കി. മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ നോക്കി. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നോക്കി, പ്രത്യുൽപാദനം എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോ അസെക്ഷൽ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്ന് അദ്ദേഹം നോക്കി, ആർച്ച് വിറ്റക്കർ. അതിനുശേഷമാണ് നമ്മൾ കിങ്ഡം മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്ടീരിയയുടെ ഗ്രൂപ്പാണ് മൊണീറ. മാത്രമല്ല പല സ്ഥലങ്ങളിലും ബാക്ടീരിയകൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു, പല 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 ഹാബിറ്റേറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ബാക്ടീരിയയുടെ ഷേപ്പ് പറഞ്ഞു. ബാക്ടീരിയയുടെ ഷേപ്പ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫെറിക്കൽ കോക്കസ്, റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറില്ലം, കോമ ഷേപ്പ്ഡ് വിബ്രിയോ എന്നൊക്കെ പറഞ്ഞ ഷേപ്പ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബാക്ടീരിയ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു. ന്യൂട്രീഷൻ, ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ ഏതായിരുന്നു? ബാക്ടീരിയയുടെ ന്യൂട്രീഷന് ഒന്ന് ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. അതിൽ ഓട്ടോട്രോഫിക് 2 പറഞ്ഞു, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്സും കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്സും. അതിൽ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, കീമോസിന്തറ്റിക് പറയുന്ന കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഓക്സിഡൈസ് ചെയ്തിട്ടൊക്കെയാണ് അവർ എനർജി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഹെറ്റിറോട്രോഫിക് ആണ് അല്ലെ? ഇവിടെ നിന്നല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? ഹെറ്റിറോട്രോഫിക് ബാക്ടീരിയ അല്ലെ മക്കളെ? ഇവിടെ നിന്നല്ലേ? അപ്പൊ തീർച്ചയായിട്ടും മക്കളെ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹെറ്റിറോട്രോഫിക് ബാക്ടീരിയ. അപ്പൊ ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദേ ഡിപ്പെൻഡ് അതേഴ്സ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ദേ ഡിപ്പെൻഡ് അതേഴ്സ് ഫോർ ഫുഡ്, മറ്റുള്ളവരെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നു. അതേഴ്സ് ഫോർ ഫുഡ്, ഇതാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നു. അതിൽ ഒന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോണത്, സാപ്രോഫൈറ്റിക്. ഞാൻ പറയാൻ പോണത് സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് അഥവാ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുകയാണ് ഡീകമ്പോസർ എന്നാണ് ഞാൻ എഴുതുന്നത്. ഡീകമ്പോസർ ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ മരിച്ചു പോയി എന്ന് വിചാരിച്ചോ, നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കഴിക്കാൻ വേണ്ടി ബാക്ടീരിയകളും ചില ഫംഗസുകളും ഒക്കെ വരും. അങ്ങനെ ഡെഡ് ആയിട്ടുള്ള സാധനം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫുഡിനെ നമ്മൾ വിളിക്കുക എന്താണെന്നറിയോ? ഡെഡ് ഓർഗാനിക് മാറ്റർ എന്നാണ്. നമ്മളുടെ ശരീരത്തിലെ ഫുഡിനെ നമ്മൾ വിളിക്കുക ഡെഡ് ഓർഗാനിക് മാറ്റർ എന്നാണ്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫുഡ് വലിച്ചെടുക്കാൻ വേണ്ടി വരുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക് എന്ന് പറയാം. ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്നും
ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കുന്നവരെയാണ് സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കുക. ചില ബാക്ടീരിയകൾ അങ്ങനെയാണ്. വേണ്ട, നമ്മൾ മരിച്ചാൽ മാത്രല്ലടാ, ഒരു പ്ലാന്റിന്റെ ലീഫ് താഴേക്ക് വീണാലും, ഒരു പ്ലാന്റിന്റെ ലീഫ് മണ്ണിലേക്ക് വീണ്, ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മ് മണ്ണിലേക്ക് വീണ്, ഒരു പ്ലാന്റ് വീണ്, അവരൊക്കെ ഡെഡ് മണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ ഡെഡ് ഓർഗാനിക് മാറ്റർ എന്നാണ്. അപ്പോ ഫുഡ് ഈ പറയുന്ന ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് അത്രേ സാപ്രോഫൈറ്റിക്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ they absorb food from ഫുഡ് അബ്സോർബ് ചെയ്യുന്നു. എവിടുന്ന് ഫ്രം ഡെഡ് ഓർഗാനിക് മാറ്റർ, അതായത് ചത്തുപോയ സാധനങ്ങളിൽ നിന്നും ഫുഡിനെ വലിച്ചെടുക്കും. എടാ, അവര് ഫുഡിനെ വലിച്ചെടുക്കുന്നത് കൂട്ടത്തില് അവര് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മരിച്ചുപോയാൽ നമ്മളെ മണ്ണിലേക്ക് അലിയിക്കുന്നുണ്ട് അല്ലെ, മണ്ണിലേക്ക് അലിയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഡീകമ്പോസർ എന്ന് വിളിക്കാൻ കാരണം. നമ്മൾ മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നുണ്ട്. കാരണം സാപ്രോഫൈറ്റിക് കാരണം മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു അല്ലേ. എന്തൊരു കഥയാണല്ലേ. ശരിക്കും ഡീകമ്പോസർ ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകുന്നവരൊക്കെ ഈ മണ്ണില് അന്നും അതേപോലെ തന്നെ നിൽക്കും. ശരിക്കും ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, ഇവരൊക്കെ സാപ്രോഫൈറ്റിക് ആയതുകൊണ്ടാണ് അവരൊക്കെ മണ്ണിൽ അലിഞ്ഞു പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സാപ്രോഫൈറ്റിക്. ഇനി രണ്ടാമത്തത് വേറൊന്നാണ് പാരാസൈറ്റിക് എന്ന് പറയും. പാരാസൈറ്റിക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. പാരാസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ജീവനുള്ള വസ്തുവിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കും. ജീവനുള്ള വസ്തുവിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കുന്നവരെയാണ് പാരാസൈറ്റിക് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു ബാക്ടീരിയ എന്റെ ശരീരത്തിലേക്ക് വന്നു, എന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കുകയാണ്. അപ്പൊ എനിക്ക് രോഗം ഉണ്ടാവും. സത്യമാണ്, ബാക്ടീരിയ എന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് രോഗം വരാൻ തുടങ്ങും. അപ്പൊ ബാക്ടീരിയ എന്റെ ശരീരത്തിൽ നിന്ന് വേണ്ടട, എന്റെ തലയിലുള്ള പേന്, അതൊരു പാരാസൈറ്റ് ആണ്. കാരണം ജീവനുള്ള വസ്തുവിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാസൈറ്റിക്. ഒരു ജീവനുള്ള വസ്തുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പാരാസൈറ്റിക് എന്നാണ്. അപ്പൊ ഞാനിവിടെ എഴുതുന്ന പോയിന്റ് എന്താണെന്നറിയോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്ന പോയിന്റ് ആണ്. ദേ അബ്സോർബ് ഫുഡ് ഫ്രം, അവര് ഫുഡ് എവിടുന്ന അബ്സോർബ് ചെയ്യുന്നത്? എവിടുന്നായിരിക്കും പറ? ദേ അബ്സോർബ് ഫുഡ് ഫ്രം എവിടുന്നായിരിക്കും മക്കളെ? എവിടുന്നായിരിക്കും? ഫ്രം ലിവിങ് തിങ്സ്. ലിവിങ് ഓർഗാനിസം എന്ന് പറയണ്ട, ലിവിങ് തിങ്സ് എന്നാണ്. ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുവിൽ നിന്നും അവര് ഫുഡ് വലിച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ പാരാസൈറ്റിക് എന്നാണ് വിളിക്കുക. അവരെ നമ്മൾ പാരാസൈറ്റിക് എന്നാണ് വിളിക്കുക. എടാ ഞാൻ മൂന്നാമത്തത് പറയണേ. വേറൊന്ന് സിംബയോട്ടിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിംബയോട്ടിക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയ ഒരു സാധനമാണ് സിംബയോട്ടിക്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പയറുവർഗ ചെടി ലെഗുമിനസ് പ്ലാന്റിന്റെ റൂട്ട് കണ്ടിട്ടുണ്ടോ? ഇതാണ് ലെഗുമിനസ് പ്ലാന്റ്. ലെഗുമിനസ് പ്ലാന്റിന്റെ റൂട്ടിൽ ഒരു ഉണ്ടയുണ്ട്. ഇത് ലെഗുമിനസ് പ്ലാന്റിന്റെ റൂട്ടാണ്. അവിടെ കണ്ട ഒരു ഉണ്ട, ഇതാണ് ഉണ്ട. ലെഗുമിനസ് പ്ലാന്റിന്റെ റൂട്ടിൽ ഒരു ഉണ്ട ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. പയർവർഗ ചെടിയുടെ റൂട്ടിൽ ഒരു നൊഡ്യൂൾ ഉണ്ട്, ഉണ്ട. ആ ഉണ്ട ഞാൻ കൺസിഡർ ചെയ്തപ്പോ, ആ ഉണ്ട ഞാൻ പരിഗണിച്ചപ്പോ, ആ ഉണ്ടയ്ക്കുള്ളില് അവിടെ ബാക്ടീരിയ ഇരിക്കുന്നത് കാണാം. ഞാൻ ആ ഉണ്ടയ്ക്കുള്ളിലെ ബാക്ടീരിയ ഇരിക്കുന്നത് കണ്ടു. ആ ബാക്ടീരിയ ഏതാന്ന് ഞാൻ ചോദിച്ചപ്പോ ബാക്ടീരിയ എന്നോട് പറയാണ് എന്റെ പേര് റൈസോബിയം എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ബാക്ടീരിയ, ഇതെന്തിനാണ് ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്? അനക്ക് വല്ല കാര്യമുണ്ടോ ഈ ഒരു റൂട്ടിന്റെ ഉള്ളിൽ വന്നിരിക്കാൻ? അപ്പൊ പറയാണ് റൈസോബിയം, ഹിഷാമേ, ഈ പ്ലാന്റിന് നൈട്രജൻ ഇല്ലത്രേ. ആ നൈട്രജനെ വലിച്ചെടുക്കുന്നത് ഞാനാണ്. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്തിട്ട് ഈ പ്ലാന്റിന് കൊടുക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ബാക്ടീരിയനോട്, അല്ല ചങ്ങായിയെ, ഈജിപ്ത് നൈട്രജനെ വലിച്ചു കൊടുത്തിട്ട് പ്ലാന്റിന് കൊടുത്തു, അതുകൊണ്ട് അനക്കെന്താ ഗുണം എന്ന് വെച്ചപ്പോ ബാക്ടീരിയ എന്നോട് പറയാണ്, ഈ പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡ് അത് എനിക്ക് കിട്ടും. ഈ പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് കിട്ടും. എനിക്കിവിടെ ഒരു വീട് പോലെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കഴിയാം. എനിക്കൊരു സഹായം ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ് എനിക്ക് എന്താ ചെയ്യുന്നത്? എനിക്കൊരു വീടാകുന്നു, കൂട്ടത്തിൽ എനിക്ക് ഫുഡും കിട്ടുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു അനക്ക് മാത്രല്ലല്ലോ ഗുണം, നീ അങ്ങോട്ടും ചെയ്യുന്നുണ്ടല്ലോ നൈട്രജനെ. അപ്പോ അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് ഫുഡ് അബ്സോർബ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു ഫുഡിനെ. അതിനെയാണ് നമ്മൾ സിംബയോട്ടിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഫുഡ് നടക്കും. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഫുഡ് നടക്കും. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഫുഡ്, അതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് സിംബയോട്ടിക്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായോ എല്ലാവർക്കും? സിംബയോട്ടിക് മനസ്സിലായോ മക്കളെ? റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയയാണ്. അവര് നൈട്രജനെ വലിച്ചെടുത്ത് പ്ലാന്റിന് കൊടുക്കും. പ്ലാന്റ് ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന ബാക്ടീരിയക്കും കൊടുക്കും, റൈസോബിയം ബാക്ടീരിയക്ക്. അപ്പൊ ഇതാണ്. അപ്പൊ 3 രീതിയിലാണ് ഹെട്രോട്രോഫിക്. 3 രീതിയിൽ. ഒന്ന്, ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്ന് ബാക്ടീരിയ ഫുഡ് വലിച്ചെടുക്കുമ്പോൾ അപ്പൊ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് സാപ്രോഫൈറ്റിക് എന്ന്. എന്നാൽ ഒരു ജീവനുള്ള വസ്തുവിൽ നിന്നും ഫുഡ് വലിച്ചെടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാസൈറ്റിക് എന്നും. എന്നാൽ പരസ്പരം ഷെയർ ഒക്കെ ചെയ്തിട്ട് ബാക്ടീരിയ ജീവിക്കാറുണ്ട്, പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്, പരസ്പരമുള്ള ഒരു ഉപകാരം. അതിനെയാണ് നമ്മൾ സിംബയോട്ടിക് എന്ന് പറയുന്നത്. അറിയൊക്കെ? അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയെടുത്തോളി മക്കളെ, എഴുതിയെടുത്തോളി. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയെടുക്കുക. ക്ലിയർ ആയടാ? പറഞ്ഞത് മനസ്സിലായോ? ഈ 3 മനസ്സിലായോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ. 3 മനസ്സിലായെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. നിങ്ങളുടെ റിപ്ലൈ ആണ് വേണ്ടത്. മെയിൻ ആയിട്ട് നിങ്ങളുടെ റിപ്ലൈ ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായാലും നിങ്ങൾ റിപ്ലൈ തരണം. ഓക്കെ, എല്ലാരും എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയാലും കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണേ. അങ്ങനെയുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെട്രോട്രോഫിക് ബാക്ടീരിയ, ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഹെട്രോട്രോഫിക് ആണ്. എല്ലാവരും കംപ്ലീറ്റ് ആയി അല്ലേ? യെസ്. ഞാനത് മായ്ക്കാൻ പോവാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ ആണ്. ബാക്ടീരിയ പ്രത്യുൽപാദനം നടത്തുന്നതാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടാ. എനിക്കിനി പറയാനുള്ളത് ബാക്ടീരിയയുടെ പ്രത്യുൽപാദനമാണ്. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോവാണ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. എല്ലാവരും എഴുതിക്കോ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിലെ റീപ്രൊഡക്ഷൻ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. പ്രത്യുൽപാദനം എങ്ങനെയാണ് ബാക്ടീരിയ നടത്തുന്നത്? പ്രത്യുൽപാദനം അതിൽ ഒന്നാമത്തതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യുൽപാദനത്തിൽ ഒന്നാമത്തത് ഞാൻ പറയാൻ പോവാണ്. ബാക്ടീരിയ ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദനം നടത്തുന്ന മെത്തേഡ് ഫിഷ്യൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പൊ എന്താണ് ഫിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതൊരു ബാക്ടീരിയ ആണെന്ന് വിചാരിച്ചോ. ഇതൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 2 ഈക്വൽ ഹാഫ് ആയിട്ട് മാറുക. ബാക്ടീരിയ കണ്ട, 2 ഈക്വൽ ഹാഫ് ആയിട്ട് മാറുക. അതിനെയാണ് ഫിഷ്യൻ എന്ന് പറയാ. അപ്പൊ 2 ബാക്ടീരിയ അവിടെ കിട്ടി. ബാക്ടീരിയ മുറിഞ്ഞ് രണ്ടായിട്ട് പിളരുക. അതാണ് ശരിക്കും ഫിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എഴുതാണ് ബാക്ടീരിയ ഡിവൈഡ് into 2 equal halves, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മാറുന്നു എന്ന് പറയാം. ബാക്ടീരിയ ഡിവൈഡ് into 2 ഈക്വൽ ഹാഫ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിഷ്യൻ. ഫിഷ്യൻ എന്ന് പറയുന്നത് അല്ലേ? ബാക്ടീരിയ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു പ്രത്യുൽപാദന മാർഗമാണ് ഇത്, ഫിഷ്യൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യുൽപാദന മാർഗം, ദ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് ഫിഷ്യൻ. ബാക്ടീരിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്തൊരു കഷ്ടാണല്ലേ? എന്തൊരു കഷ്ടം എന്ന് പറയാനില്ല. ബാക്ടീരിയ അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് പുതിയതായിട്ട് അടുത്തുണ്ടാവുക. രണ്ടാമത്തെ മെത്തേഡ് അതിനെ വിളിക്കുന്ന പേരാണ്, രണ്ടാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സ്പോറുലേഷൻ എന്നാണ് വിളിക്കുക.
രണ്ടാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സ്പോറുലേഷൻ. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കണം. സ്പോറുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷനില് സ്പോറുലേഷൻ. ഇപ്പൊ ഞാനിപ്പോ ഒരു ബാക്ടീരിയനെ ഞാനിപ്പോ എന്റെ വീട്ടിൽ ചായ ഉണ്ടാക്കാണ്. ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് ഗ്യാസിന്റെ മേലെ ഞാൻ എന്ത് ചെയ്ത് ഒരു ചായപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വെച്ചു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു ബാക്ടീരിയ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ബാക്ടീരിയ, ഇഷു നീ ചൂടാക്കരുതേ, നീ ചൂടാക്കല്ലേ, ചൂടാക്കുമ്പോ ഞാൻ നശിച്ചു പോവിടാ എന്ന് പറഞ്ഞു എന്നോട് ബാക്ടീരിയ. അപ്പൊ ഞാൻ പറഞ്ഞു ഇജ്ജ് നശിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, വെള്ളം ചൂടാക്കി. വെള്ളം ചൂടാക്കിയപ്പോൾ അത്ഭുതം, ബാക്ടീരിയ പറഞ്ഞു ഇഷു നീ ചൂടാക്കല്ലടാ, ഞാൻ ചത്തു പോവടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളം ചൂടാക്കിയപ്പോ ആ ബാക്ടീരിയ എന്ത് ചെയ്തു എന്നറിയോ, ആ ബാക്ടീരിയന്റെ ഉള്ളില് ബാക്ടീരിയ കുറെ ഉണ്ടകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ബാക്ടീരിയ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ബാക്ടീരിയന്റെ ശരീരത്തില് കുറെ സ്പോറുകൾ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ബാക്ടീരിയ ഇജ് എന്തിനപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ബാക്ടീരിയ പറയാണ്, ഞാൻ ചാവാൻ സാധ്യത ഉണ്ട് ഈ ചൂടുവെള്ളത്തില്. ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാൻ ചാവൂല, ഞാൻ ഇങ്ങനെ സ്പോർ ആയി കഴിഞ്ഞാൽ ചാവൂല ഈ ചൂടില്. ഈ ചൂട് അവസാനിച്ചു കഴിഞ്ഞാല് ഈ സ്പോറിന് ഇവിടെ ഇതിന്റെ ഉള്ളിലുണ്ടായ ഓരോ സ്പോറിനും ബാക്ടീരിയ ആയിട്ട് മാറാനുള്ള കഴിവ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്റെ ഒരു പ്രത്യുൽപാദന മാർഗമാണല്ലേ എന്ന് ചോദിച്ചപ്പോ പറയാണ്, യെസ് അതെന്റെ ഒരു പ്രത്യുൽപാദന മാർഗമാണ്. കാരണം എനിക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ, ബാക്ടീരിയ പറയാണ് എനിക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ ഞാൻ ഇത്തരം സ്പോർ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ആ സ്പോറുകൾ ഓരോന്നും ബാക്ടീരിയ ആയിട്ട് മാറും എന്നാണ് പറഞ്ഞത്. അതാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ പ്രത്യുൽപാദന മാർഗമാണ്. അതായത് ബാക്ടീരിയക്ക് എപ്പോഴാണോ അൺഫേവറബിൾ കണ്ടീഷൻ ഫീൽ ചെയ്യുന്നത്, ആ സമയത്ത് അവരുണ്ടാക്കും ഒരു സ്പോർ ഉണ്ടാക്കും. ആ സ്പോർ പിന്നീട് ഒരു പുതിയ ബാക്ടീരിയ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, ചൂടാക്കിയ വെള്ളത്തിൽ അപ്പൊ ഈ സ്പോർ ഉണ്ടാവൂലേ, അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടോ? ഉണ്ടോ? ചൂടാക്കിയ വെള്ളത്തിൽ ബാക്ടീരിയക്ക് ഇങ്ങനെ സ്പോർ ഉണ്ടാക്കാൻ പറ്റും? ഉണ്ടോ? സംശയം ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മൾ ചൂടാക്കുന്നത് വളരെ ചെറിയ ചൂടല്ല, വളരെ ചെറിയ ചൂടിലാവുമ്പോഴാണ്, ഏകദേശം 40-50-47 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആവുമ്പോഴാണ് ഇത്തരം സ്പോർ ഉണ്ടാവുക. നമ്മൾ ചൂടാക്കുമ്പോൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിന്റെ മേലെ അല്ലെ നമ്മൾ, അപ്പൊ ഈ സ്പോറൊക്കെ പൊട്ടിപ്പോട്ടോ. അപ്പൊ ഈ ബാക്ടീരിയക്ക് ഈ സ്പോർ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ പറയുന്നത് ഈ പറയുന്ന ബാക്ടീരിയകള് ഒരു 45 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ചൂടാക്കുമ്പോഴാണ് ബാക്ടീരിയ ഇങ്ങനെ സ്പോർ ഉണ്ടാവുക. അപ്പോൾ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, ബാക്ടീരിയക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ബാക്ടീരിയ ഉണ്ടാക്കും. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എഴുതാണ്, അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ. അൺഫേവറബിൾ കണ്ടീഷൻ എന്നാണ് പറയാ. അൺഫേവറബിൾ കണ്ടീഷനിൽ under unfavorable condition bacteria will produce spore. Bacteria will produce spore. കണ്ട, bacteria will produce spore. ഇതാണ് സ്പോറുലേഷൻ മെത്തേഡ്. അപ്പൊ ഞാൻ പറയാൻ പോവാണ്, സ്പോർ ഫോർമേഷനും അതുപോലെ ഫിഷനും. ഇത് രണ്ടും ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ഇനി അടുത്ത ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡ് പറയാനുണ്ട്. ആ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിനെ വിളിക്കുന്ന പേര് കോൺജുഗേഷൻ എന്നാണ്. അതൊരു റീപ്രൊഡക്ഷൻ മെത്തേഡാണ് കോൺജുഗേഷൻ. ശ്രദ്ധിച്ചോളൂ, കോൺജുഗേഷൻ എന്താന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതൊരു ബാക്ടീരിയ, ഇത് വളരെ റെയർ ആയിട്ടേ കാണുള്ളൂ. ഇതൊരു ബാക്ടീരിയയാണ്. ഇത് ബാക്ടീരിയന്റെ ഉള്ളിലുള്ള ഒരു DNA ആണ്, ബാക്ടീരിയന്റെ DNA. ഇത് വേറൊരു ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് ഒരു മൊഹബത്ത് തോന്നി. രണ്ട് ബാക്ടീരിയ അടുത്ത് വന്നു, എന്നിട്ട് ഈ ബാക്ടീരിയ ഒരു മൊഹബത്തിന്റെ ഒരു കനാല്, ഒരു മൊഹബത്തിന്റെ ഒരു ട്യൂബ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട്. കണ്ട, ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു. രണ്ട് ബാക്ടീരിയകൾ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ DNA, ഈ ബാക്ടീരിയയുടെ DNA ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഈ ബാക്ടീരിയയിലേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും.
DNA പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യിക്കുക. ഇതൊരു സെക്ഷൽ മെത്തേഡ് പോലെ. രണ്ടാൾ അടുത്ത് വന്നിട്ട് ഒരാളുടെ DNA അങ്ങോട്ടും മറ്റാളുടെ DNA ഇങ്ങോട്ടും കൊടുക്കുക. അതായത് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ? ഈ DNA ക്യാരറ്റ് ഈ ബാക്ടീരിയയുടെ സ്വഭാവം ഈ ബാക്ടീരിയക്കും കിട്ടും, ഈ ബാക്ടീരിയയുടെ സ്വഭാവം ഈ ബാക്ടീരിയക്കും കിട്ടും. അപ്പൊ രണ്ട് ബാക്ടീരിയക്കും വ്യത്യസ്ത ക്യാരക്ടർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യും. അപ്പൊ പുതിയ ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പൊ പുതിയ ക്യാരക്ടർ ഉള്ള ബാക്ടീരിയകൾ. ഒന്നുമില്ലടാ, ശ്രദ്ധിച്ചോ, DNA സ്വഭാവം. ഓരോ DNA പല ക്യാരക്ടറും ഉണ്ട്. അപ്പൊ DNA പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ DNA ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഇതിന്റെ DNA ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് രണ്ടും എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം രണ്ട് ബാക്ടീരിയ പിന്നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ പുതിയ ബാക്ടീരിയകൾ ഉണ്ടാകും. അപ്പൊ DNA എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്ഷൽ മെത്തേഡ് ആണ് ശരിക്ക് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ്, ഇത് ശരിക്കും എന്താണടാ? ഇതൊരു സെക്ഷൽ മെത്തേഡ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെക്ഷൽ മെത്തേഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെത്തേഡ് വേർ DNA transfer takes place. DNA transfer നടക്കുന്നു എന്നാണ്. പരസ്പരം DNA transfer takes place എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതൊരു അപൂർവമായിട്ട് നടക്കുക. അധികം ബാക്ടീരിയയിൽ കോമൺ ആയിട്ട് നടക്കുന്നത് ഫിഷൻ ആണ്. അധികം ബാക്ടീരിയയിൽ കോമൺ ആയിട്ട് നടക്കുന്നത് ഫിഷൻ ആണ്. കോൺജുഗേഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡ് ഇത് വളരെ അപൂർവമായിട്ടാണ് നടക്കുക. സോ ഒന്നുമില്ല. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബാക്ടീരിയ അടുത്ത് വരുന്നു, ഒരു ബാക്ടീരിയ ആയിട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് പരസ്പരം ആ കണക്ഷനിലൂടെ അവരുടെ DNA പരസ്പരം മാറുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം ആ ബാക്ടീരിയ പിന്നെ ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അറിയോ? ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? അറിയോ? ഓക്കെ, ക്ലിയർ ആയോ കോൺജുഗേഷൻ എന്ന് പറയുന്നത്? എല്ലാരും മെസ്സേജ് അയക്കണേ. അപ്പൊ ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതിയാണ് ഞാൻ പറഞ്ഞത്. പ്രത്യുൽപാദന രീതി ഫിഷ്യൻ രണ്ടായിട്ട് മാറുന്നു. സ്പോറുലേഷൻ, ബാക്ടീരിയക്ക് അനുകൂല സാഹചര്യം അല്ലാതെ വരുമ്പോൾ, അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അവിടെ ഉണ്ടകൾ ഉണ്ടാകും, സ്പോറുകൾ ഉണ്ടാകും. സ്പോറുലേഷൻ എന്നാണ് അതിനെ വിളിക്കുക. ആ സ്പോറിന് ബാക്ടീരിയ ആയിട്ട് മാറാൻ പറ്റും. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് DNA അടുത്തേക്ക് വരുന്നു, എന്നിട്ട് DNA എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതാണ് കോൺജുഗേഷൻ. ഓക്കെ, എല്ലാവരും എഴുതിക്കോളൂ. എഴുതിയതിനു ശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം അറിയിക്കുക നിങ്ങൾ. ഫിഷ്യൻ, സ്പോറുലേഷൻ, കോൺജുഗേഷൻ. യെസ്, എല്ലാരും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ ഇനി പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ചോളൂട്ടാ. ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കയറാൻ പോവാണ്. നമ്മള് ശരിക്ക് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്, ശരിക്ക് നമ്മുടെ കിങ്ഡം മൊണീറ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. കിങ്ഡം മൊണീറയെ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ, എല്ലാരും ശ്രദ്ധിച്ചോ. ഈ കിങ്ഡം മൊണീറയെ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കേണ്ട എന്താന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്. കിങ്ഡം മൊണീറയില് ഒന്നാണ് ഞാൻ പറയാൻ പോണ കാര്യം. ശ്രദ്ധിച്ചോ, ഒന്ന് ആർക്കി ബാക്ടീരിയ എന്ന് പറയും. ശ്രദ്ധിക്കണേ, ഒന്ന് ആർക്കി ബാക്ടീരിയ എന്ന് പറയും. രണ്ടാമത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കണം, രണ്ടാമത്തത് നമ്മൾ പറയാൻ പോകുന്നത് യു ബാക്ടീരിയ എന്നാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ എഴുതണം, കിങ്ഡം മൊണീറ എന്ന് എഴുതിയിട്ട് ആർക്കി ബാക്ടീരിയ. രണ്ട് ഗ്രൂപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ആർക്കി ബാക്ടീരിയ എന്നും മറ്റത് യു ബാക്ടീരിയ എന്നും. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ ഞാൻ പറയാൻ പോണത്. സാധാരണ രീതിയിൽ ഇതൊരു ബാക്ടീരിയ ആണ്. ഇത് ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്.
അത് കഴിഞ്ഞിട്ട് ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്. ഇത് ബാക്ടീരിയക്ക് സെൽ വാൾ, ഇത് ബാക്ടീരിയയുടെ സെൽ വാളാണ്, ഇത് ബാക്ടീരിയയുടെ സെൽ വാളാണ്. ശ്രദ്ധിച്ചു, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോ. സാധാരണ രീതിയിൽ ബാക്ടീരിയയുടെ സെൽ വാള് ഉണ്ടാക്കിയ മെറ്റീരിയൽ, ബാക്ടീരിയയുടെ സെൽ വാളിൽ ഒരു മെറ്റീരിയൽ കാണും, ബാക്ടീരിയയുടെ സെൽ വാളിൽ ഒരു മെറ്റീരിയൽ കാണും സാധാരണ രീതിയിൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നാണ് വിളിക്കുക. പെപ്റ്റിഡോഗ്ലൈക്കൻ. സാധാരണ രീതിയിൽ ശ്രദ്ധിക്കണേ, സാധാരണ രീതിയിൽ ബാക്ടീരിയയുടെ സെൽവാളിൽ കാണുന്ന ഒരു മെറ്റീരിയലാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അത്, പക്ഷെ എനിക്കത് പറയാൻ നിർബന്ധമായതുകൊണ്ട് ഞാൻ പറയാണ്. സാധാരണ രീതിയിൽ ബാക്ടീരിയയുടെ സെൽവാളില് പെപ്റ്റിഡോഗ്ലൈക്കൻ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ആർക്കി ബാക്ടീരിയയില് അത്തരം പെപ്റ്റിഡോഗ്ലൈക്കൻ കാണൂല. സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെന്റ് ആണ്. പക്ഷെ അതിന് പകരം വേറെ കുറെ സാധനം ഉണ്ട് കേട്ടോ. പ്രോട്ടീന്, ലിപ്പിഡ്, അതുപോലെ തന്നെ ഒരുപാട് കാർഡിനോൾ എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ആർക്കി ബാക്ടീരിയക്ക് ഉണ്ട്. പക്ഷെ ആർക്കി ബാക്ടീരിയയുടെ സെൽവാളില് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന സാധനം ആബ്സെന്റ് ആണ്. അതാണ് പ്രത്യേകത. പക്ഷെ യു ബാക്ടീരിയക്ക് ഉണ്ട്. അത്തരം ബാക്ടീരിയ, ഈ യു ബാക്ടീരിയ വിഭാഗത്തിൽ പെടുന്നവർക്കൊക്കെ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അതായത് ബാക്ടീരിയയുടെ സെൽവാള് ഉണ്ടാക്കിയ മെറ്റീരിയൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ആർക്കി ബാക്ടീരിയയിൽ ഇല്ല. ആർക്കി ബാക്ടീരിയൽ അത് ഉണ്ട്. എവിടെ? യു ബാക്ടീരിയയിൽ ഉണ്ട് കേട്ടോ. എന്നാലേ എല്ലാരും ഒരു കാര്യം ചെയ്യാം, കിങ്ഡം മൊണീറ എന്ന് എഴുതിയിട്ട് ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്ന് എഴുതിയെടുത്താണ് പെട്ടെന്ന്. കിങ്ഡം മൊണീറ ഇങ്ങനെ തന്നെ എഴുതിയെടുക്കണേ. എന്നിട്ട് നമ്മൾ ആർക്കി ബാക്ടീരിയയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കിങ്ഡം മൊണീറയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. എല്ലാവരും എഴുതിയെടുത്താണ്, ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും എല്ലാവരും എഴുതിയെടുക്കുക പെട്ടെന്ന്. ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. എല്ലാവരും എഴുതിക്കണോ? എല്ലാവരും എഴുതിയോ? കിങ്ഡം മൊണീറ, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എല്ലാവരും എഴുതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ, ഞാൻ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാനിവിടെ ആദ്യം പറയാൻ പോണത് ആർക്കി ബാക്ടീരിയയെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ സബ് ഹെഡിങ് എഴുതുകയാണ് ആർക്കി ബാക്ടീരിയ. കണ്ട, ഞാനിവിടെ എഴുതുന്ന ആർക്കി ബാക്ടീരിയ, സബ് ഹെഡിങ് ആണ് ആർക്കി ബാക്ടീരിയ എന്ന് എഴുതി. എന്നിട്ട് ഞാൻ പറയാണ് ആർക്കി ബാക്ടീരിയയുടെ ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ പറയാണ്. ഫസ്റ്റത്തെ പോയിന്റ്, പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് ആബ്സെന്റ്. അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെന്റ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് ആബ്സെന്റ് ഇൻ ദയർ സെൽ വാൾ. അവരുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെന്റ് ആണ്. ഇൻ ദയർ സെൽ വാൾ. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൻ അവരുടെ സെൽവാളിൽ ആബ്സെന്റ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയണം, ഈ ബാക്ടീരിയക്ക് വേറെ കുറെ സാധനങ്ങൾ അവരുടെ സെൽവാളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ ഏറ്റവും ഹാർഷസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കും. വളരെ ഹാർഷസ്റ്റ് ഹാബിറ്റേറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയ ആണത് ആർക്കി ബാക്ടീരിയ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചൂടുള്ള സ്ഥലങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ ചതുപ്പ് നിലയങ്ങളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ശരിക്കും ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഞാനിവിടെ എഴുതുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. അവര് ജീവിക്കുന്നു. They live in harshest habitat. എന്നാണ് പറയുന്നത്. അതായത് അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നു എന്നാണ്. They live in harshest ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ അവർ ജീവിക്കുന്നു. അപ്പൊ ഇവർ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇവരെവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ ഹാബിറ്റേറ്റ്, ആർക്കി ബാക്ടീരിയ ഡിവൈഡഡ് ഇൻടു 3 ഗ്രൂപ്പ്. അതായത് ഇവര് കാണുന്ന സ്ഥലത്തിനനുസരിച്ച്, ബേസ്ഡ് ഓൺ ഹാബിറ്റേറ്റ്, അതായത് ഇവരെവിടെയാണ് കാണുന്നത്, ബേസ്ഡ് ഓൺ ഹാബിറ്റേറ്റ്സ്, ആർക്കി ബാക്ടീരിയ ഡിവൈഡഡ് ഇൻടു 3 ഗ്രൂപ്പ്. ആർക്കി ബാക്ടീരിയയെ വീണ്ടും 3 ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ ഡിവൈഡഡ് ഇൻടു, ആർക്കി ബാക്ടീരിയയെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്.
3 ഗ്രൂപ്പ് ആയിട്ടുണ്ട് എന്നർത്ഥം. 3 ഗ്രൂപ്പ്സ്. അതിൽ ഒന്ന് ഞാൻ പറയാണ് എ പറയാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. നോക്കണേ, ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ആർക്കി ബാക്ടീരിയയുടെ സെൽവാളില് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല. അവരാണെങ്കിലോ ഹാർഷസ്റ്റ് ഹാബിറ്റേറ്റിൽ ജീവിക്കും. ഹാർഷസ്റ്റ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അവർ ജീവിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ശരിക്ക് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് മാത്രമല്ല, അവര് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അവര് ഏത് സ്ഥലത്താണ് അവർ നിൽക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാലോഫൈൽസ് എന്നാണ്. ഒന്നാമത്തത് ഹാലോഫൈൽസ് എന്നാണ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ? ദേ ലിവ് ഇൻ അവർ ജീവിക്കുന്നത് സാൾട്ടി ഏരിയ, അതായത് സാൾട്ട് ഉള്ള സ്ഥലങ്ങളിൽ, ലവണങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ഹാലോഫൈൽസ് ജീവിക്കുക. ദേ ലിവ് ഇൻ സാൾട്ടി ഏരിയയിൽ അവർ ജീവിക്കുന്നു ഹാലോഫൈൽസ്. നല്ല ലവണാംശമുള്ള, ഉപ്പിന്റെ അംശമൊക്കെ ഉള്ള എന്നൊക്കെ പറയില്ല നമ്മള്, അതേമാതിരി ദേ ലിവ് ഇൻ സാൾട്ടി ഏരിയ, അവിടെയാണ് ജീവിക്കുക. രണ്ടാമത്തെ ഒരു ബാക്ടീരിയ ഉണ്ട്, ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു ബാക്ടീരിയ, ആരും എഴുതാൻ നിൽക്കണ്ട. രണ്ടാമത്തെ ഒരു ബാക്ടീരിയനെ ഞാൻ വിളിക്കുന്ന പേര് തെർമോ അസിഡോഫൈൽ എന്നാണ്. തെർമോ അസിഡോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. തെർമോ അസിഡോഫൈൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള അരുവിയിൽ ജീവിക്കും. ഹൈ ടെമ്പറേച്ചറും അസിഡിക്കും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കും. ദേ ലിവ് ഇൻ, അതായത് തെർമോ എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം. അപ്പൊ ദേ ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള അരുവി, അതാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞത്. മക്കളെ, ആർക്കി ബാക്ടീരിയക്ക് ഹാർഷസ്റ്റ് ഹാബിറ്ററ്റിൽ ജീവിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല, പക്ഷെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അങ്ങനെ അങ്ങോട്ട് പല സ്ഥലത്തും ജീവിക്കാൻ പറ്റൂല എന്നല്ല. അതിന് പകരം അവർക്ക് വേറെ കുറെ സാധനങ്ങൾ ഉണ്ട് അവരുടെ സെല്ലില്. അതുകൊണ്ടാണ് അവര് അത്രയും ഹാർഷസ്റ്റ് ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ ജീവിക്കണത്. കാരണം അവരുടെ സെൽവാളിൽ ചില പ്രോട്ടീനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല, എന്നിട്ട് അവർ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ധാരണ നിങ്ങൾക്ക് വേണ്ട. അവരെന്തുകൊണ്ടാണ് ഹാർഷസ്റ്റ് ഹാബിറ്റേറ്റിൽ ജീവിക്കാൻ കാരണം? അവരുടെ സെൽവാളിൽ വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്, അവരുടെ പ്ലാസ്മ മെമ്പറിലൊക്കെ. അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ പറയുന്നു, ഒന്ന് ഹാലോഫൈൽസ്, ദേ ലിവ് ഇൻ സാൾട്ടി ഏരിയ. രണ്ടാമത്തേത് തെർമോ അസിഡോഫിൽസ്, ദേ ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. മൂന്നാമത്തേത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് മെത്തനോജൻസ് എന്നാണ്. മെത്തനോജൻസ് എന്നാണ് മൂന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര്. എന്ന് പറഞ്ഞാൽ മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കും. ദേ ലിവ് ഇൻ മാർഷി ഏരിയ. ചതുപ്പ് നിലയങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയ ആണ്. ദേ ലിവ് ഇൻ മാർഷി ഏരിയ. ചതുപ്പ് നിലയങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയ ആണ് മെത്തനോജൻ. വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ബാക്ടീരിയക്ക്, വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ബാക്ടീരിയ പശുവിന്റെ ഒക്കെ പള്ളേല് കാണും. ഈ ബാക്ടീരിയ പശുവിന്റെ പള്ളേല്, പശു ഇടുന്ന ചാണകത്തിൽ ഈ ബാക്ടീരിയ കാണും. അതുകൊണ്ട് ആ ചാണകത്തിൽ നിന്നൊക്കെ ബയോഗ്യാസ് ഉണ്ടാക്കാൻ ഈ ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യും. മീതെയിൻ, ബയോഗ്യാസ് മീതെയിൻ ആണ്. പറഞ്ഞത് ശ്രദ്ധിക്കണേ. പശുവിന്റെ പള്ളേല്, പശു എന്ന് പറഞ്ഞാൽ റുമിനന്റ് അനിമലാണ്. റുമിനന്റ് അനിമൽ എന്ന് പറഞ്ഞാൽ മേഞ്ഞു തിന്നുന്ന എനിമൽസ്. പശുവിന്റെ ഒക്കെ പള്ളേല് ഈ പറയുന്ന ബാക്ടീരിയനെ കാണാൻ പറ്റും. മാത്രമല്ല അവരുടെ ചാണകത്തിലും, ചാണകം ഡങ്ക് എന്നാണ് വിളിക്കുക, ഡങ്ക് ചാണകത്തിൽ ഈ ബാക്ടീരിയനെ കാണാൻ പറ്റും. അതുകൊണ്ട് ആ ചാണകത്തിൽ നിന്നൊക്കെ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയ ആണ്. മീതെയിൻ എന്നാണ് ബയോഗ്യാസിനെ വിളിക്കുക. അത് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ബാക്ടീരിയ എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ബാക്ടീരിയ ദേ ആർ പ്രസന്റ്. ഈ ബാക്ടീരിയ എവിടെയും കാണുന്നുണ്ട്. ദേ ആർ പ്രസന്റ് in the gut, പള്ളേല്, in the guts of ruminant animals, ഈ ruminant animals പറഞ്ഞാല് പശു. ruminant animals എന്ന് പറഞ്ഞാൽ പശു.
അപ്പൊ ഞാൻ ബ്രാക്കറ്റിൽ എഴുതാണ് പശു എന്നൊക്കെ എഴുതാണ് ബ്രാക്കറ്റിൽ. കൗസ്, കൗസ്, അതുപോലെ തന്നെ ബഫലോസ്, ബഫലോസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. കൗസ്, അതുപോലെ തന്നെ ബഫലോസ്. ഈ പറഞ്ഞ ബഫലോസിന്റെ ഒക്കെ പള്ളിയില് ഇവര് കാണും. ഓക്കെ, ബഫലോസ്, ബഫലോസ് എന്ന് പറയും. ബഫലോസ് ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ ബഫലോസ് അതിന്റെ ഒക്കെ പള്ളിയിൽ കാണും. ദേ ആർ ഓക്കെ, പലതിലും കാണും. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ദേ ആർ പ്രസന്റ് ഇൻ ദ ഗഡ്സ് ഓഫ് റുമിനന്റ് എനിമൽസ്. പിന്നെ മാത്രമല്ല അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ദേ പ്രൊഡ്യൂസ് അവര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മീഥെയ്ൻ. ദേ പ്രൊഡ്യൂസ് മീഥെയ്ൻ. മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് ആണ്. ദേ പ്രൊഡ്യൂസ് മീഥെയ്ൻ, ബയോഗ്യാസ്. ബ്രാക്കറ്റിൽ എഴുതാം ബയോഗ്യാസ് എന്ന് എഴുതാം. എവിടുന്ന്? ദേ പ്രൊഡ്യൂസ് മീഥെയ്ൻ ബയോഗ്യാസ് ഫ്രം ദി ഡങ് എന്ന് പറഞ്ഞ ചാണകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം ദി ഡങ് ഓഫ് ദീസ് എനിമൽസ്, അത്തരം എനിമൽസിൽ നിന്നും. ഓക്കെ, ഓഫ് ദീസ് എനിമൽസ്. പറഞ്ഞത് മനസ്സിലായടാ? ഈ പറഞ്ഞ മെത്തനോജൻസ് മനസ്സിലായ സംഭവം എന്താന്നുള്ളത്? സംഭവം ഒരു മാർഷ് ഏരിയയിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഇവർ ഈ പറയുന്ന റൂമിനന്റ് എനിമൽസിൽ കാണുന്നുണ്ട്. കൗസിലും ബഫലോസിലും ഒക്കെ കാണുന്നുണ്ട്. മാത്രമല്ല അവര് ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയടാ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് എഴുതിയെടുക്കണം. ആർക്കി ബാക്ടീരിയ എല്ലാവരും എഴുതിയെടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞോ, ചോദിച്ചോ. അവരൊക്കെ ഈ പറയുന്ന അതൊക്കെ റൂമിനന്റ് അനിമൽസിൽ പെടുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ വയറ്റിൽ അവരിൽ അധികം കാണില്ല. ഈ പറയുന്ന പശുവിലും ബഫലോസിലും ഒക്കെയാണ്, കൗവും ബഫലോസിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഇവരെ കാണുന്നത്. ചാണകത്തിൽ അവരുടെ മറ്റേലധികം അധികം കാണൂല കേട്ടോ. ഓക്കെ, എല്ലാരും ഇത് എഴുതിക്കോളൂ. പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല അവരുടെ സെൽവാളില്. അവര് ഹാർഷസ്റ്റ് ഹാബിറ്റേറ്റിൽ ജീവിക്കും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയയിലാണ് അവർ ജീവിക്കുക. പിന്നെ അവര് കാണുന്ന സ്ഥലത്തിനനുസരിച്ച് വരെ ഓരോ പേരിൽ അറിയപ്പെടും. ഹാലോഫൈൽ, ഫൈൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ്. ഫൈൽ എന്ന് പറഞ്ഞാൽ, ഹാലോ എന്ന് പറഞ്ഞാൽ സാൾട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ. തെർമോ അസിഡോഫൈൽ, ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ആള്. മെത്തനോജൻ എന്ന് പറഞ്ഞാൽ മീഥേൻ ഉണ്ടാക്കുന്ന ആളെന്നാണ്. മെത്തനോജൻസ് മീഥേൻ ഉണ്ടാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് മെത്തനോജൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പശുവിന്റെ ഒക്കെ പള്ളയിൽ കാണുന്ന ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇത് ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കാറുണ്ട്. എഴുതി കഴിഞ്ഞാൽ അറിയിക്കണേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം പരീക്ഷയ്ക്ക് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർക്കി ബാക്ടീരിയ എന്താന്നുള്ളത്. ആർക്കി ബാക്ടീരിയ എന്താന്നുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ടത് മെത്തനോജൻസ്. ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് യു ബാക്ടീരിയ എന്നാണ് കേട്ടോ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് യു ബാക്ടീരിയ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറയാൻ പോകുന്നത് യു ബാക്ടീരിയ ആണ്. അപ്പൊ ആർക്കി ബാക്ടീരിയ എത്രയേ ഉള്ളൂ. അടുത്തത് യു ബാക്ടീരിയ ആണ് പറയുന്നത്. നോക്കാം നമുക്ക് യു ബാക്ടീരിയ എന്താണെന്നുള്ളത് പറയാം.
ശ്രദ്ധിച്ചോളൂ, എല്ലാവരും രണ്ടാമത്തത് എഴുതി വെച്ചോളൂ. യു ബാക്ടീരിയ. യു ബാക്ടീരിയ എന്നാണ്. യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അത് ട്രൂ ബാക്ടീരിയ എന്നാണ്. ബ്രാക്കറ്റിൽ ഞാൻ എഴുതാണ് ട്രൂ ബാക്ടീരിയ, ശരിയായ ബാക്ടീരിയ എന്നാണ് ഞാൻ എഴുതുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രൂ ബാക്ടീരിയ എന്ന് പറയാൻ കാരണം അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ അവരുടെ സെൽവാളിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല റിജിഡ് സെൽവാളാണ്. അവരുടെ സെൽവാൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട് അവർക്ക്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ എഴുതാണ് they have rigid cell wall. കട്ടിയുള്ള സെൽവാൾ ഉണ്ട്. they have rigid cell wall. എന്തുകൊണ്ടാണ് അവർക്ക് റിജിഡ് സെൽവാൾ ഉള്ളത്? ബ്രാക്കറ്റിൽ എഴുതുക പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് പ്രസന്റ് ഇൻ ദെയർ സെൽവാൾ. മനസ്സിലായോ? പെപ്റ്റിഡോഗ്ലൈക്കൻ അത് പ്രസന്റ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് പ്രസന്റ്. ഇവരുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ പ്രസന്റ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് പ്രസന്റ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് പ്രസന്റ് ഇൻ ദെയർ സെൽവാൾ. ഇൻ ദെയർ സെൽവാൾ. അവരുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. ചിലപ്പോ ഈ ബാക്ടീരിയക്ക് ഈ വിഭാഗത്തിലുള്ള ബാക്ടീരിയക്ക് ഫ്ലജെല്ല ഉണ്ട്. ഫ്ലജെല്ലം. ഈ പറയുന്ന ബാക്ടീരിയക്ക് ചിലപ്പോൾ ഫ്ലജെല്ല ഉണ്ടായിരിക്കും, മൂവ് ചെയ്യാൻ. എല്ലാ ബാക്ടീരിയക്കും ഫ്ലജെല്ല ഉണ്ടാവണമെന്നില്ല കേട്ടോ ഈ വിഭാഗത്തിൽപ്പെട്ട. എന്നാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന, മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയക്ക് ഇഫ് ദേ ആർ മോട്ടൈൽ ഫ്ലജെല്ലം ഈസ് പ്രസന്റ്. ഇഫ് ദേ ആർ മോട്ടൈൽ, ഇവർ മോട്ടൈൽ ആണെങ്കിൽ, ഇഫ് ദേ ആർ മോട്ടൈൽ അവര് മൂവ് ചെയ്യുന്ന ബാക്ടീരിയ ആണെങ്കിൽ, ഇഫ് ദേ ആർ മോട്ടൈൽ they will have flagellum. അവർക്ക് ഫ്ലജെല്ല ഉണ്ടായിരിക്കും. they will have flagellum. okay, they will have flagellum. okay, they will have flagellum. അവർക്ക് ഫ്ലജെല്ലം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, യു ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. ഇവർക്ക് നല്ല റിജിഡ് സെൽവാൾ ഉണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കൻ അവരുടെ സെൽവാളിൽ പ്രസന്റ് ആണ്. മാത്രമല്ല ഇവര് മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്ലജെല്ല ഉണ്ടായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ, മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഫ്ലജെല്ല ഉള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഫ്ലജെല്ല ഇല്ല. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേര് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. സയനോ ബാക്ടീരിയ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സയനോ ബാക്ടീരിയ. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. സയനോ ബാക്ടീരിയ വെരി ഇമ്പോർട്ടന്റ്. യു ബാക്ടീരിയയിലെ ഒരു അംഗമാണ് സയനോ ബാക്ടീരിയ. അംഗമല്ല, ഒരു ഗ്രൂപ്പ് തന്നെയാണ് സയനോ ബാക്ടീരിയ. യു ബാക്ടീരിയയിലെ ഒരു ഗ്രൂപ്പാണ് സയനോ ബാക്ടീരിയ. അനദർ ഗ്രൂപ്പാണ്. യു ബാക്ടീരിയയുടെ ഒരു സബ് ഗ്രൂപ്പാണ് ശരിക്കും സയനോ ബാക്ടീരിയ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബാക്ടീരിയയുടെ പ്രത്യേകത, ഈ സയനോ ബാക്ടീരിയയുടെ പ്രത്യേകത പറയാതിരിക്കാൻ വയ്യ. സയനോ ബാക്ടീരിയക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ബാക്ടീരിയയാണ് സയനോ ബാക്ടീരിയ. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഈ സയനോ ബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ ഈ ഫോട്ടോസിന്തറ്റിക് ആവണമെങ്കിൽ, ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ, ഫോട്ടോസിന്തസിസ് തന്നെ പ്രകാശ സംശ്ലേഷണം, ഒരു സാധാരണ ഒരു സസ്യം ചെയ്യുന്ന പോലെ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ഈ പറയുന്ന പ്ലാന്റ് ഇല്ല, സസ്യങ്ങളില്ലേ, സസ്യങ്ങളെ പോലെ തന്നെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഇവരൊരു ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചു ഈ ബാക്ടീരിയ എന്തുകൊണ്ടാണ് സസ്യങ്ങളെ പോലെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നോക്കിയപ്പോ ഇവരുടെ ശരീരത്തിൽ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. നോക്കണേ, ഇവരുടെ ശരീരത്തിൽ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പിഗ്മെന്റ് പ്രസന്റ് ആണ് ഇവരുടെ ശരീരത്തിൽ, ക്ലോറോഫിൽ എ. അപ്പൊ സസ്യങ്ങളിൽ കാണുന്ന അതേ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ. അപ്പൊ ഈ ബാക്ടീരിയനെ കാണാൻ ഒരു പച്ച കളറാണ്, ഒരു പച്ച ബ്ലൂ ഗ്രീൻ കളറാണ് ശരിക്കും ഈ ബാക്ടീരിയ. ബ്ലൂ ഗ്രീൻ, പച്ച തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ട്. വേണമെങ്കിൽ ഞാൻ ആ ബാക്ടീരിയയെ കാണിച്ചു തരാം. ഈ ബാക്ടീരിയനെ പക്ഷെ നിങ്ങൾ ഒരിക്കലും പറയില്ല ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു സസ്യമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്, ഒരു സസ്യത്തിന്റെ പോലെ. നോക്കൂ, സയനോ ബാക്ടീരിയ ഇത് കണ്ട, ആ ബാക്ടീരിയ വെള്ളത്തിൽ നിൽക്കുമ്പോൾ വെള്ളത്തിൽ കണ്ട ഒരു പച്ച കളർ ഇങ്ങനെ കാണുന്നുണ്ടോ? നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? കണ്ട, ഇതൊരു ബാക്ടീരിയ ആണ്.
ശരിക്കും അതിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ഇതാണ് ശരിക്കും സയനോബാക്ടീരിയ. കണ്ട, ഇതാണ് ശരിക്കും സയനോബാക്ടീരിയ. ഇതാണ് ശരിക്കും മൈക്രോസ്കോപ്പിക് വ്യൂ. പക്ഷെ നമ്മള് ഇത്തരം വെള്ളത്തില്, ഇതൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വെള്ളം കേട്ടോ, അതായത് മലിനജലമാണ്. ഈ മലിനജലത്തിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ സയനോബാക്ടീരിയനെ? ഇത് ശരിക്കും ഫോട്ടോസിന്തറ്റിക് ആണ്. ശരിക്ക് പലതരത്തിൽ പലയിടത്തും കാണാം. മലിനജലത്തിലൊക്കെ കാണും ഈ ബാക്ടീരിയ. കണ്ട, സയനോബാക്ടീരിയ. ഇതൊക്കെ സയനോബാക്ടീരിയ. ചിലവര് പറയുന്നത് എന്താ, ഒരു പായലാണെന്നാണ് പറയുന്നത്. ചിലവർ ഇതിനെ പായൽ, ആൽഗെ എന്ന് വിളിക്കും. ആൽഗെ, പായലിനെ വിളിക്കുന്ന പേരാണ് ആൽഗെ. ചിലവർ വിളിക്കുന്ന സയനോബാക്ടീരിയനെ വിളിക്കുക ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് വിളിക്കുക. ബ്ലൂ ഗ്രീൻ ആൽഗെ. കാരണം ഇതൊരു പായല് പോലെ കാണും വെള്ളത്തിലൊരു പായല് പോലെ കാണും. കാരണം ഈ സയനോബാക്ടീരിയക്ക് ക്ലോറോഫിൽ എ പ്രസന്റ് ആണ് അവരുടെ ബോഡിയിൽ ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഈ പച്ച കളറിൽ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ചിലവർ ഇതിനെ വിളിക്കുക ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് കേട്ടോ. ആൽഗെ എന്ന് പറഞ്ഞ പായലാണ്. ചിലവർ ഈ ബാക്ടീരിയനെ ആൽഗെ എന്ന് വിളിക്കാറുണ്ട്. സസ്യത്തിനോട് ഉപമിക്കാറുണ്ട്, പ്ലാന്റിനോട് ഉപമിക്കാറുണ്ട്. അപ്പൊ ഞാൻ സയനോബാക്ടീരിയനെ കുറിച്ച് പറയാണ്. ഞാൻ സയനോബാക്ടീരിയനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ ഇതെല്ലാരും എഴുതിയെടുത്തോ മക്കളെ? ഈ ഒരു പോയിന്റ് രണ്ടെണ്ണം എല്ലാരും എഴുതിയെടുത്താണ് ഈ 2 പോയിന്റ്. എന്നിട്ട് എക്സാമ്പിൾ സയനോബാക്ടീരിയ എന്ന് വരെ എഴുതിയെടുത്താണ്. ദേ ഹാവ് റിജിഡ് സെൽ വാൾ. എല്ലാരും എഴുതിയെടുക്കുക. എല്ലാരും അത് എഴുതിയെടുക്കുക. ദേ ഹാവ് റിജിഡ് സെൽ വാൾ. പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. ഇഫ് ദേ ആർ മോട്ടൈൽ, മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഫ്ലജല്ല ഉണ്ട്. ഇതിന് യു ബാക്ടീരിയക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് പറയുന്ന സയനോബാക്ടീരിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ ഈ സയനോബാക്ടീരിയനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സയനോബാക്ടീരിയനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എഴുതി കഴിഞ്ഞാൽ എല്ലാവരും അറിയിക്കട്ടോ. സയനോബാക്ടീരിയനെ കാണാൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. സയനോബാക്ടീരിയനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറയണം. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് സയനോബാക്ടീരിയക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സബ്ഹെഡിങ്ങിൽ സയനോബാക്ടീരിയ. കണ്ട, സയനോബാക്ടീരിയ എന്ന് ചെറിയൊരു സബ്ഹെഡിങ്ങിൽ കൊടുക്കുക, സയനോബാക്ടീരിയ. അപ്പൊ സയനോബാക്ടീരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. സയനോബാക്ടീരിയനെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെയാണ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് അല്ലേ? അവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. എന്നാണ് പറയാ. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. അവര് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്വന്തമായിട്ട് ഫുഡ് പാകം ചെയ്യുന്ന ആളാണ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഫസ്റ്റ് പോയിന്റ്. പിന്നെ മാത്രല്ല അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്, സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. മനസ്സിലായോ? സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. അതാണ് ദേ ഹാവ് ക്ലോറോഫിൽ എ. അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്. ദേ ഹാവ് ക്ലോറോഫിൽ എ. They have chlorophyll A pigments. Chlorophyll A pigments. അതൊരു പിഗ്മെന്റ്സ് ആണ്, ഒരു ബോഡിയാണ്, ഒരു പിഗ്മെന്റ്സ്. They have chlorophyll A pigments similar to green plants. So similar to green plants എന്ന് പറഞ്ഞാല് സാധാരണ പ്ലാന്റിൽ കാണുന്ന അതേപോലെ similar to green plants. Okay, similar to green plants. So അതുകൊണ്ട് അവരെന്ത് വിളിക്കും? സസ്യങ്ങളെ പോലെ കാണുന്നു അല്ലെ? സോ സസ്യങ്ങളിൽ കാണുന്ന അതേ പിഗ്മെന്റ് ഇവരിൽ കാണുന്നു. They have chlorophyll A pigment similar to green plants. സസ്യങ്ങളിൽ കാണുന്ന അതേ പിഗ്മെന്റ് കാണുന്നു. So they are known as ബ്ലൂ ഗ്രീൻ ആൽഗെ. അവരെ വിളിക്കുന്ന വേറെ പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കും കേട്ടോ. അവരെ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അവരെ സസ്യങ്ങളെ പോലെ, പായല് പോലെയാണ് അവരെ കാണുന്നത്. സോ അവരെ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. അവര് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയ ആണ്. അങ്ങനെ മാത്രമല്ല, അവർക്ക് അവരുടെ ശരീരത്തിലെ ക്ലോറോഫിൽ എ കാണുന്നുണ്ട്. ദേ ഹാവ് ക്ലോറോഫിൽ എ പിഗ്മെന്റ്സ് കാണുന്നുണ്ട്, സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്. അതുകൊണ്ടാണ് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്. പിന്നെ മാത്രമല്ല, മലിനജലത്തിൽ അവരുടെ എണ്ണം കണ്ടില്ല നിങ്ങള്? മലിനജലത്തിൽ അവരുടെ എണ്ണം കണ്ടില്ല, നമ്പർ. മലിനജലത്തിൽ അവരുടെ നമ്പർ കണ്ടില്ല നിങ്ങള്? എത്ര പോരം അവരുണ്ട് അല്ലെ? എത്ര പോരം. ഇതൊരു മലിനജലാണ്, പൊല്യൂട്ടഡ് വാട്ടർ ബോഡിയാണ് ശരിക്കും. ഈ ഒരു പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ
ഈ ഒരു പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ അവരുടെ നമ്പർ കൂടും, അവർ കൂടുതലായിട്ട് ഉണ്ടാകും. ബ്ലൂം എന്നാണ് പറയാ, അവർ കൂടുതലായിട്ട് ഉണ്ടാവും. ബ്ലൂമിങ് എന്നാണ് പറയാ. ബ്ലൂമിങ് കുറെ ഉണ്ടാവും അവര് പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ കുറെ ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ എഴുതാണ്, അവര് ഈ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ അവരുടെ എണ്ണം കൂടും. they will form അവര് കുറെ ഉണ്ടാവും. they will form blooms in polluted water bodies. polluted water bodiesle അവരുടെ നമ്പർ കൂടും, അവര് നന്നായിട്ട് വളരും എന്നാണ് പറയുന്നത്. ബ്ലൂംസ് മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായടാ? they will form blooms in polluted water bodies എന്ന് പറഞ്ഞാല് അവര് വെള്ളത്തില് നന്നായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. they form polluted water bodiesൽ അവരുടെ നമ്പർ കൂടും എന്നാണ് ഈ പറയുന്നത്. ഈ ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആരാന്നറിയോ? സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് നോസ്റ്റോക്കും അനാബിനി. നോസ്റ്റോക്ക് ആൻഡ് അനാബിന ഈ സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. നോസ്റ്റോക്ക് ആൻഡ് അനാബിന എന്ന് പറയും. നോസ്റ്റോക്കും അനാബിന എക്സാമ്പിൾ ആണ്. സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്കും അനാബിനും. സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്കും അനാബിനും. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, സയനോ ബാക്ടീരിയ കഴിഞ്ഞിട്ടില്ല. സയനോ ബാക്ടീരിയനെ കുറിച്ച് ഇനിയും കുറെ പറയാനുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ശരിക്കും സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്. വലിയ പ്ലാന്റിൽ കാണുന്ന അതേ പിഗ്മെന്റ് ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചു. അവർ ഈ വെള്ളത്തിലുണ്ടല്ലോ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തില്, പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ മലിനജലത്തിൽ അവരുടെ എണ്ണം കൂടും. they will form blooms എന്നാണ് പറയാ. ഇനി എക്സാമ്പിൾ നോസ്റ്റോക്ക് അനാബിനിയാണ്. ഇത് എഴുതിയെടുക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതിയെടുത്താണ്. ഇതുവരെ ഒന്ന് എല്ലാവരും എഴുതിയെടുത്താണ്. സയനോ ബാക്ടീരിയ കഴിഞ്ഞില്ല കേട്ടോ, സയനോ ബാക്ടീരിയ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ എല്ലാവരും എഴുതിയെടുത്തിട്ട് അറിയിക്കും. സയനോ ബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. ക്ലോറോഫിൽ എ അവരുടെ ശരീരത്തിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു പായലായിട്ടാണ് നമ്മൾ അവരെ വിളിക്കാറ്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കാറുണ്ട്. ശരിക്കും ആ ക്ലോറോഫിൽ എന്റെ കളർ ബ്ലൂ ഗ്രീൻ ആണ്, ശരിക്കും ഗ്രീൻ കളർ ആണ്. അതുകൊണ്ടാണ് അതിനെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കുന്നത്. പച്ച കളറിൽ കാണുന്നതുകൊണ്ട് തന്നെ they will form blooms. ബ്ലൂംസ് പറഞ്ഞാല് കുറെ ഉണ്ടാകുന്നു എന്നാണ് ബ്ലൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. they will form blooms in polluted water bodies. they will form blooms in polluted water bodies എന്നാണ് പറയുന്നത്. നോസ്റ്റോക്ക് ആൻഡ് അനാബിന അതിന്റെ പേരാണ്. നോസ്റ്റോക്ക് ആൻഡ് അനാബിന അതിന്റെ പേര്. എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് തന്നെ അറിയിക്കണേ. ശ്രദ്ധിക്കണേ, എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ എടുത്തു നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കൂ. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ഇന്ന് പറഞ്ഞത് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ഹെട്രോട്രോഫിക് ബാക്ടീരിയ, മറ്റുള്ളവരെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് ഹെട്രോട്രോഫിക് എന്ന് വിളിക്കുക. അതിൽ ഒന്നാമത്തതാണ് സാപ്രോഫൈറ്റിക് അഥവാ ഡീകമ്പോസർ. ഡെഡ് ആയിട്ടുള്ള സാധനത്തിനെ ഫീഡ് ചെയ്യുന്നു. പാരാസൈറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് തിങ്സിൽ നിന്നും ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നു. സിംബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ളതിനെയാണ് സിംബയോട്ടിക് എന്ന് വിളിക്കുക. പിന്നെ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തതാണ് ഫിഷ്യൻ എന്ന് പറയും. ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നു 2 ഈക്വൽ ഹാഫ് ആയിട്ട്. സ്പോറിലേഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ അഥവാ പ്രതികൂല സാഹചര്യങ്ങളിൽ അവര് സ്പോർ ഉണ്ടാക്കും. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു DNA എക്സ്ചേഞ്ച് ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സെക്ഷൽ മെത്തേഡാണ് ശരിക്കും. കിങ്ഡം മൊണീറ എന്ന് പറയുന്നതിനെ 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്, ആർക്കി ആൻഡ് യു ബാക്ടീരിയ ആണ്. അതിൽ ആർക്കി ബാക്ടീരിയനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. അവരുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല. അവർ ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ജീവിക്കും. അവർ നിൽക്കുന്നതിനനുസരിച്ച് അവരെ 3 ആയിട്ട് പേരിട്ടിട്ടുണ്ട്. ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ്, മെത്തനോജൻ. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സാൾട്ടി ഏരിയയിൽ ജീവിക്കും. തെർമോസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ ജീവിക്കും. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ മീഥേൻ ഉണ്ടാക്കും. മാർഷി ഏരിയയിലാണ് അവരെ കാണുന്നത്. ഓക്കെ, അത് ഈ പറഞ്ഞ അനിമൽസിന്റെ പള്ളയിലൊക്കെ കാണും. പിന്നെ അതാ യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവർക്ക് സെൽവാൾ ഉണ്ട്, അത്യാവശ്യം നല്ല റിജിഡ് സെൽവാളാണ്.
അവരുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട് അത്രേ. അവർ മോട്ടയിലാണെങ്കിൽ അവർക്ക് ഫ്ലജല്ല ഉണ്ട്. ഒരു യൂബാക്ടീരിയയുടെ ഒരു ക്ലാസ് ആണ് സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. അവരുടെ ബോഡിയിൽ ക്ലോറോഫിൽ എ ആണ്, അതുകൊണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ അവർ നന്നായിട്ട് ഉണ്ടാവും പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ. നോസ്റ്റോക്കും അനാബിയും ഒരു എക്സാമ്പിൾ ആണ്. മക്കളെ മനസ്സിലായടാ? അറിയോ? ഓക്കെ, ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായടാ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോടാ? അപ്പൊ നന്നായിട്ട് പഠിക്കണേ മക്കളെ, നന്നായിട്ട് പഠിക്കണം. ഞാൻ ആത്മാർത്ഥതയോട് കൂടി പറയാണ്, നമ്മളുടെ +1 പഠിക്കുന്ന രീതിയാണ് നിങ്ങളുടെ +2 മാർക്കിനും റിഫ്ലക്ട് ചെയ്യാം. അതുകൊണ്ട് നല്ല വൃത്തിയിൽ പഠിച്ചോളൂ. ഇതുവരെ എടുത്ത ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്, ഇതുവരെ എടുത്ത ബോട്ടണി നല്ല വൃത്തിയിൽ പഠിക്കുക, നല്ല നോട്ട് ഉണ്ടായിരിക്കുക, ക്ലാസ് റെഗുലർ ആയിട്ട് കേൾക്കുക. എന്ത് വിഷയം ഉണ്ടായാലും ക്ലാസ് കേൾക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യില്ലടാ, മനസ്സിലാവില്ല. ക്ലാസ്സിൽ ഇരിക്കാത്തവന് എത്ര നോട്ട് ഉണ്ടായാലും നമ്മൾ 10ാം ക്ലാസ്സിൽ പോലെ അല്ല, നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും എപ്പോഴെങ്കിലും ക്ലാസ് ലീവ് ആണെങ്കിൽ. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കന്നെ വേണം സിൻസിയർ ആയിട്ട്. നമുക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. നിങ്ങളോട് പറയാ, നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അടുത്തിരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ +1 കഴിയുമ്പോൾ നമ്മുടെ ഈ ട്രാക്കിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് ഒരു ഫീലിംഗ് മാത്രമാണ്. പക്ഷെ ആരും അത് മനസ്സിലാക്കണില്ല പഠിച്ചാൽ എളുപ്പമാണെന്നുള്ളത്. ഒന്നിരുന്നാൽ മാത്രം, ഇരുന്ന് വായിച്ച് പഠിച്ചാൽ മതി. ജസ്റ്റ് പറഞ്ഞിങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എളുപ്പമായിട്ട് വരികടാ. അല്ലെങ്കിൽ സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും നിങ്ങൾക്ക്. ശരിക്കും സയൻസ് വളരെ എളുപ്പമാണ്. ഈ എഴുതുന്ന സാധനത്തിനുള്ള മാർക്ക് കിട്ടും പെട്ടെന്ന്. ഫുൾ മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് സയൻസ് എന്ന് പറയുന്നത്. ഫുൾ മാർക്കും ഫുൾ A+ഉം കിട്ടാൻ. പക്ഷെ അത് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും എന്താ വിചാരിക്കുന്നത്, ഓ ഇറ്റ് ഈസ് വെരി ടഫ്, ഇത് നമ്മളെ കൊണ്ട് ആവില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനത്തെ വിചാരത്തിലേക്ക് നിങ്ങൾ പോകണ്ട. ഇനി അങ്ങനെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് ചെറിയൊരു വിചാരമായിട്ട് അവിടെ നിന്നോട്ടെ. പക്ഷെ എളുപ്പമാണ് സയൻസ്. പ്രത്യേകിച്ച് ബോട്ടണി എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ബോട്ടണി ഇരുന്ന് വായിച്ച് പഠിക്കന്നെ വേണം. ക്ലാസ് നല്ല വൃത്തിക്ക് കേട്ട് മനസ്സിലാവുകയാണെങ്കിൽ അത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ അതേപോലെ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന അതേപോലെ നിങ്ങൾ വല്ല ചുമരിനോട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചെങ്കിൽ മാത്രമേ ബോട്ടണി നിങ്ങളെ തലയിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് വായിക്കും വേണം, അന്നന്ന് പഠിക്കും വേണം. പിറ്റേ ദിവസം അതേ സാറ് വരുന്ന സമയത്ത് ക്ലാസ്സിൽ കേൾക്കും വേണം. മീൻസ് ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് അത് വായിക്കും വേണം. ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ മക്കളെ? മലയാളമൊക്കെ മനസ്സിലാവുന്നില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. സയനോബാക്ടീരിയ തീർന്നിട്ടില്ല കേട്ടോ, സയനോബാക്ടീരിയ തീർന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ഇത്ര മതി, എനിക്ക് വയ്യ, ഇത്ര മതി. ശരി. Thank you, sir. Thank you, sir. Thank you, sir.